പാർട്ടി വെയറിനൊക്കെ ഇടാൻ ബെസ്റ്റ് ആയിട്ടുള്ളതാണ് അല്ലേ. ഇത് ആക്ച്വലി ഇതിനകത്ത് ഏത് കളർ എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ബിക്കോസ് എല്ലാം തന്നെ നല്ല ഡാർക്കർ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല ഇതിനകത്തെ ഹാൻഡ് വർക്കിൻ്റെ കളർ കണ്ടോ. യൂഷ്വലി നമ്മൾ ഗോൾഡൻ കളറിൽ, ഇത് അങ്ങനെയല്ല. ഇതൊരു കൈൻഡ് ഓഫ് ഓക്സിഡൈസ്ഡ് ഒരു ആൻറ്റീക് ഫിനിഷിലാണ് ഇതിനകത്തേക്ക് വർക്ക് വന്നിട്ട്. ഇപ്പോൾ സ്ലീവ്സിലാണെങ്കിലും നോക്കിക്കോ, ഇവിടെയൊക്കെ ബീഡ്സൊക്കെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കണ്ടോ വെരി ബ്യൂട്ടിഫുൾ, നല്ല ഭംഗിക്കാണ് വന്നിരിക്കുന്നത്. ഫുൾ സ്ലീവ്സ് ആണ്, സ്ലീവിൻ്റെ എൻഡിലേക്കും അതുപോലെ ബീഡ്സും കട്ട് ബീഡ്സും ഒക്കെ വെച്ചിട്ടാണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത്. വെരി ബ്യൂട്ടിഫുൾ പാറ്റേൺ. വീനക്കാണെങ്കിലും ഇത്രയും ഗോഡി ആയിട്ട് അടിപൊളി ഒരു പാർട്ടി വെയർ സെറ്റായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സെമൈ ക്രേപ്പ് സിൽക്ക് ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. എയർലൈനാണ് ബോട്ടം വന്നിരിക്കുന്നതും, സെമി പാരൽസ് ബോട്ടം, ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ്, 2 സൈഡ് പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇത് നോക്കിയിട്ടില്ലാത്തവർ ചെക്ക് ചെയ്ത് നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ആണെങ്കിൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. പിന്നെ വാട്സാപ്പ് പേജ് ഇല്ല, വെബ്സൈറ്റ് ഇല്ലെങ്കിൽ ആപ്പ് ത്രൂ മാത്രം. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് വന്നേക്കുന്ന ഒരു സെമൈ സിൽക്കിനകത്തെ, സെമൈ സോഫ്റ്റ് സിൽക്കിനകത്തെ ടെക്സ്ചേർഡ് സിൽക്കായിരുന്നു. ടെക്സ്ചേർഡ് ആയിട്ടുള്ള സെമൈ സിൽക്കിനകത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എംബ്രോയിഡേഡ് കോഡ് സെറ്റ്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ആയിട്ടാണ് അതിൻ്റെ അകത്ത് ഒരു എംബ്രോയിഡറി കോൺട്രാസ്റ്റ് കളറിൽ വന്നേക്കുന്നത്. ഒരു പ്രിറ്റി പാറ്റേൺ, ഡെയിലി വെയറിനൊക്കെ പറ്റുന്ന രീതിയിൽ. നെക്സ്റ്റ് അടിപൊളിയായിട്ടുള്ളൊരു പ്ലീറ്റഡ് ഡ്രസ്സാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. താഴെ മാത്രം കുറച്ച് എംബ്രോയിഡറി, സ്ലീവ്ലെസ് ആയിട്ടാണ് വന്നത്. ഇവിടേക്ക് ഒരു ബോ പിൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പം സ്ലീവ്ലെസ് ആയിട്ടാണ് നമ്മളത് കൊണ്ടുവരുന്നെങ്കിലും സ്ലീവ്സിൻ്റെ ഫാബ്രിക് അകത്തുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കത് സ്ലീവ്സ് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാവുന്ന ഒരു പ്രിറ്റി ആയിട്ടുള്ള ചന്തേരിക്കകത്ത് വന്നിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ഐറ്റം. അത് കഴിഞ്ഞിട്ടും ഒരു പ്ലീറ്റഡ് ഡ്രസ്സ് കൊണ്ടുവന്നു. ഇവിടേക്ക് പ്ലീറ്റഡ് ഗ്യാദേഴ്സ് ഒക്കെ വന്നിട്ടുള്ളൊരു ടിയർ കൈൻഡ് ഓഫ് ഒരു അത് കൈൻഡ് ഓഫ് ഒരു ടെക്സ്ചേർഡ് സിൽക്കാണ്. ഒരു ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ക്രിസ്പി ടെക്സ്ചേർഡ് സിൽക്ക് എന്നൊക്കെ പറയുന്ന കൈൻഡ് ഓഫ് ഒരു ഫാബ്രിക്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡ്രസ്സ്. അവിടെയും ഇവിടെ യോക്കിലേക്കൊരു എംബ്രോയിഡറി ഒക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സിമ്പിളായിട്ടുള്ള നമുക്ക് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പോകാനായിട്ട് പെട്ടെന്ന് എടുത്തിരുന്നെങ്കിൽ ഇടാൻ പറ്റുന്ന കൈൻഡ് ഓഫ് പ്രിൻറ്റഡ് ട്രയോണിനകത്ത് വന്നിട്ടുള്ള എയർലൈൻ അറ്റയേഴ്സും പിന്നെ ഈ ഒരു വെർട്ടിക്കൽ പ്രൊഡക്റ്റ്. അപ്പോൾ ഓരോന്നിൻ്റെയും ഡിസ്പാച്ചിൻ്റെ ഡേയ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, ഡിസ്പാച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ആ പ്രോഡക്റ്റ് സ്പെസിഫിക് പേജിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടാവും. ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. ബിക്കോസ് നമുക്ക് 2 വർക്കിംഗ് ഡേയ്സ് തൊട്ട് 30 വർക്കിംഗ് ഡേയ്സിന് ശേഷം വരെ ഡിസ്പാച്ച് വരുന്ന പ്രോഡക്റ്റ്സ് ആണുള്ളത്. അപ്പം അത് നിങ്ങളുടെ ചോയ്സാണ്. ചെക്ക് ചെയ്തിട്ട് മാത്രം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം കേട്ടോ. താങ്ക് യു.